ഇപ്പോൾ ശ്രീ അമരവിള രാമകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം സീനിയർ സിറ്റിസൺ വെൽഫെയറിന്റെ പ്രതിനിധിയാണ്, അതോടൊപ്പം തന്നെ വയോജന കമ്മീഷൻ അംഗവുമാണ്. ശ്രീ അമരവിള രാമകൃഷ്ണൻ, ഇവിടെ വലിയ തട്ടിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഏജന്റിന് പണം നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്. തിരിച്ചടവ് ഈ സഹകരണ സംഘങ്ങൾ വൈകിപ്പിക്കുന്നു എന്ന കാരണമുണ്ട്. ഇതൊക്കെ മുൻനിർത്തിയാണ് പെൻഷൻ കമ്പനി സർക്കാരിനോട് ഡയറക്റ്റ് ബാങ്കിലേക്ക് ഈ സേവനം നൽകുക എന്നാവശ്യപ്പെടുന്നത്. അത് സീനിയർ സിറ്റിസൺസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനമാണോ? അതെ, തീർച്ചയായിട്ടും 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് അവർക്ക് ബാങ്കിൽ പോകുവാനോ ATMന്റെ സ്ഥലത്ത് പോകുവാനോ പൈസ എടുക്കുവാനോ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഒന്ന്, അവരെ സംബന്ധിച്ച് ആരുടെയെങ്കിലും ഒരു സഹായം വേണം. വീട്ടിനകത്ത് ചിലപ്പോൾ വീട്ടിനകത്തൊക്കെ നടക്കുമായിരിക്കാം. പുറത്തിറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് 90% വയോജനങ്ങൾ. അവർക്ക് വീട്ടിൽ കിട്ടുന്നത് വളരെയധികം ആശ്വാസകരമായ ഒരു നടപടിയായിരുന്നു. അത് ഈ ഗവൺമെന്റ് മാറ്റിയത് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായി മാറ്റുന്ന ഒരു നടപടിയാണ്. ഗവൺമെന്റ് അതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. 2011 മുതൽ 2016 വരെ ഈ നമ്മുടെ കേരളത്തിൽ അന്ന് നിസ്സാരം 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആ പെൻഷൻ പോലും സമയത്തിന് കിട്ടാതെ 100 കണക്കിന് മുതിർന്ന പൗരന്മാർ മരുന്ന് വാങ്ങിക്കുവാനും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല മരിച്ചുപോയ ഒരു നാടാണ് നമ്മുടെ സംസ്ഥാനം. അത് വീണ്ടും അത് ആവർത്തിക്കരുത് എന്ന് ഒരു അപേക്ഷ കൂടി ഈ ഗവൺമെന്റിനോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു 10-30 അതായത് എന്താണ് താങ്കൾ പറയുന്നത്? ഈ ഡയറക്റ്റ് നൽകുന്നു എന്നതുകൊണ്ട് ഈ പെൻഷൻ മുടങ്ങിപ്പോകാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണോ? അതെ അതെ, ഇതിപ്പോ ബാങ്കിൽ മുഖാന്തരം വാങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പെൻഷൻ ഗ്രാജുവലായിട്ട് നിർത്തും. കാരണം നമ്മുടെ മുമ്പിൽ ഒരു അനുഭവം ഉണ്ട്. നമ്മുടെ ഗ്യാസിന്റെ സബ്സിഡി തന്നെ ബാങ്കിൽ വരും എന്ന പ്രതീക്ഷയിലിരുന്നു. 2 പ്രാവശ്യം കൊടുത്തതിന് ശേഷം അതങ്ങ് നിന്നു. ആ സാഹചര്യം ഈ ക്ഷേമ പെൻഷനിൽ വന്നു പോകുമോ എന്നുള്ളൊരു വലിയ ഭയപ്പാടിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർ ഈ ഉത്തരവ് വന്നതോടുകൂടി വേദനിച്ച് കഴിയുന്നത്. ആ സാഹചര്യം ദയവായി ഉണ്ടാക്കരുത്. വയോജനങ്ങളെ കൂടുതൽ വേദനിപ്പിക്കരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്. സന്തോഷകരമായ ഒരു ജീവിതം അവർക്ക് നൽകണം. ഇപ്പൊ തന്നെ ഈ പുതിയ കേരളത്തിലെ ഗവൺമെന്റ് വന്നപ്പോ അവരൊരു പുതിയ സർക്കാർ ഒരു വയോജന വകുപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എന്നത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതെ, പുതിയ സർക്കാർ വന്നപ്പോ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നിരന്തരമായി വർഷങ്ങളോളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് 2 കാര്യം: ഒരു കമ്മീഷനും ഒരു വകുപ്പും. കമ്മീഷൻ കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചു, അത് നടന്നു വരുന്നു. വകുപ്പ് ഈ ഗവൺമെന്റ് നേരത്തിൽ ആദ്യമായി വന്നപ്പോ തന്നെ പ്രഖ്യാപിച്ചു. അതിൽ അങ്ങേയറ്റം ഈ സർക്കാരിനെ അഭിനന്ദിക്കുന്നവരാണ് ഇവിടുത്തെയുള്ള 90% വയോജനങ്ങളും. ആ സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള ഈ പെൻഷൻ വീട്ടിൽ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി സന്തോഷത്തോടുകൂടി അവരുടെ കാലം കഴിയാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഗവൺമെന്റ് ഉണ്ടാക്കണം. അതിന് ഇന്നിറക്കിയ ഉത്തരവ് ദയവായി പിൻവലിച്ച് അവരോടുള്ള അനുഭാവവും അവരോടുള്ള കടപ്പാടും ചെലുത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. റൈറ്റ്, ഇതാണ് സീനിയർ സിറ്റിസൺ എന്ന നിലയിൽ പറയാനുള്ളത്. ഇങ്ങനെ മുതിർന്ന പൗരന്മാരിൽ പലർക്കും ഇതാണ് അഭിപ്രായം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സർക്കാർ ഈ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ട് എങ്ങനെയാണ് ഈ കിടപ്പ് രോഗികളെ തിരിച്ചറിയുക, ഇനി അവർക്ക് ഏത് തരത്തിലാണ് പണം എത്തിക്കുക, ഇതിലൊക്കെ കൂടുതൽ വ്യക്തത കൂടി കൈവരേണ്ടതുണ്ട്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.